10 മണിയാകുമ്പോൾ ഷൂട്ട് തുടങ്ങും. അതിനു മുമ്പ് നീ എവിടെന്നെങ്കിലും ഏതെങ്കിലും മന്ത്രവാദിയെ കൊണ്ടുവന്ന് പൂജ നടത്തിയിട്ട് എന്ത് കാണിച്ചിട്ടാലും ഇല്ല, ഇന്ന് നമുക്ക് ഗോൾഡൻ പഞ്ച് അടിക്കണം. നീ ഒന്ന് സമാധാനപ്പെടേ സുരേഷേ, ഞാൻ മന്ത്രവാദിയായിട്ട് ദേ വന്നിട്ടിരിക്കണം. നീ ഒന്ന് പെട്ടെന്ന് ഞാൻ എല്ലാ സാധനവും റെഡിയാക്കുന്നുണ്ട്. മതി, കളിച്ചത് മതി. 2 സ്റ്റെപ്പ് ഇടാനുണ്ടായിരുന്നു. അത് വീട്ടിൽ പോയിട്ട് നീ കളിച്ചാൽ മതി 2 സ്റ്റെപ്പ്. ഏതാടാ ഈ പുള്ളിനെ കൊണ്ടൊക്കെ വലിയ സംഭവം നടക്കുവോ? നീ കാണുന്ന ആളല്ല, മഹാഭീകരനല്ലേ? ആണോ? ചുട്ട കോഴിയെ പറപ്പിക്കുന്ന ആളാ. അത് മയോണസ് ഉണ്ടെങ്കിൽ ഞാനും ചുട്ട കോഴിയെ പറപ്പിക്കൂലോ. അണ്ട് അൽഫാം കയറ്റി വിടുന്ന കാര്യമല്ലേ ഞാൻ പറഞ്ഞത്. എടാ അത്രയ്ക്ക് മാന്ത്രികനാണ് പുള്ളി, ചുട്ട കോഴിയെ പറപ്പിക്കും. ഹലോ ഹലോ ഹലോ, അവിടെ ഒന്ന് വിശ്വസിക്കാതെ ഇങ്ങോട്ട് വാ. കാര്യം പറ. വേറെ ഒന്നുമില്ല മന്ത്രവാദി, എന്നാന്നറിയോ, ഞങ്ങൾ ഈ സ്കിറ്റ് കളിക്കുമ്പോഴേ ഞങ്ങളുടെ കൗണ്ടർ ഒന്നും ചിരി കിട്ടുന്നില്ല. താൻ ഏത് ഭാഗത്ത് നിന്നായി കൗണ്ടർ അടിക്കുന്നത്? ഞാൻ ആ ഭാഗത്ത് നിന്നാ കൂടുതലും കൗണ്ടർ അടിക്കണത്. മറിക്ക് ചുമ്മാതല്ല, ഇത് ഈശാനം കോണാ. ഈശാനം കോണിൽ നിന്ന് കൗണ്ടർ അടിച്ചാൽ കേറത്തില്ല. പിന്നെ ഏത് കോണിൽ നിന്ന് കൗണ്ടർ അടിച്ചാലാ കയറുന്നേ? അത് പോട്ടെ, ഞങ്ങൾ ആദ്യത്തെ ഷെഡ്യൂൾ വന്നപ്പോ 10 അടിച്ചു, രണ്ടാമത്തെ ഷെഡ്യൂൾ 30 അടിച്ചു, ഈ ലാസ്റ്റ് ഷെഡ്യൂൾ വീണ്ടും 10 അടിച്ചു. എന്റെ അഭിപ്രായത്തില് നിങ്ങൾ ഈ 10 30 അടിച്ചുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രയോജനമില്ല. സത്യം. അടിക്കുവാണെ 3 90 അടിക്കണം, തലയ്ക്ക് പിടിക്കാം. കൗട്ടയാണോ? ഞങ്ങൾക്ക് സമ്മാനം കൗണ്ടർ അടിച്ചിട്ട് സമ്മാനം അടിക്കുന്ന കാര്യം. സമ്മാനം അടിക്കുന്ന കാര്യം ടെൻഷൻ അടിക്കണ്ട, ഞാനൊന്ന് പ്രശ്നം ചെയ്യാൻ നോക്കട്ടെ. എന്നെ കാണുന്നതിന് മുമ്പേ നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും പ്രശ്നത്തിന് വേണ്ടി ജോത്സ്യനെ വല്ലതും പോയി കണ്ടായിരുന്നു? ഞാനൊരു ജോത്സ്യനെ കണ്ടിട്ടേ ചരട് ഇങ്ങനെ ജയിച്ചു കിട്ടിയായിരുന്നു. ഇതെന്നടാ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനോ? മുഴുവൻ പാളമാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ്. അറിയോ, ഈ ചരട് കണ്ടോ? ഇത് ഷാജൻ ചേട്ടൻ ചിരിക്കാൻ വേണ്ടി, ഇത് പ്രചോദയേട്ടൻ ചിരിക്കാൻ വേണ്ടി, ഇത് നസീർക്ക ചിരിക്കാൻ വേണ്ടി, ഇത് ജീവിച്ചിരിക്കാൻ വേണ്ടി. അയ്യോ, നിനക്കെന്താ മാറാരുവോ? അതിനങ്ങനെ ചോദിച്ചത്? ജീവിച്ചിരിക്കാൻ വേണ്ടി നീ ഏലസ് കിട്ടിയെന്ന് പറഞ്ഞു. ജീവിച്ചിരിക്കാൻ വേണ്ടി അല്ലെന്ന്, പിന്നെ നമ്മുടെ ആങ്കർ ജീവച്ചിരിക്കാൻ വേണ്ടി കെട്ടിയ ഏലസാണ്. ഓ, ജീവചരിക്കാൻ വേണ്ടി. അതെ അതെ. എന്നിട്ട് ഇവരാരെങ്കിലും ഒക്കെ ചിരിച്ചോ? എവിടുന്ന് അവര് ചിരിക്കണല്ല, ഞാൻ ഈ ഷട്ടിലാണ്ട് പോകുമ്പോ നാട്ടുകാർ ചിരിക്കുവാണ്. ഈ കോലം കണ്ടു കഴിഞ്ഞാൽ ആരാ ചിരിക്കാത്ത? അതൊന്നും വേണ്ട, എല്ലാം അഴിച്ചു കളഞ്ഞേക്ക. മനസ്സിൽ ഈശ്വരനെ ഭജിക്കുക. ഞാനൊരു കൂട്ടം അങ്ങോട്ട് തരാം, ഇതങ്ങോട്ട് കെട്ടിക്കഴിഞ്ഞാ എല്ലാം ഓക്കെ ആവും. പിടിച്ചോളുക. ഇത് കംപ്ലീറ്റ് ചിരിക്കാനുള്ള കൗണ്ടറിന്റെ ഏലസുകളാ. ആണോ? ഇത് മന്ദഹാസം, ഇത് പൊട്ടിച്ചിരി, ഇത് അട്ടഹാസം, ഇത് വെടലച്ചിരി, ഇത് കൊലച്ചിരി. ഇങ്ങേറ്റത് കാണുന്നുണ്ടോ? അത് ഷാജോൺ 1 മിനിറ്റിന് മേളിൽ 10-45 തവണ ചിരിക്കാൻ വേണ്ടിയുള്ള റെക്കോർഡ് ചിരിയാ. അത് ചിരിച്ചു കഴിഞ്ഞാൽ ഓക്കെയാ ആണല്ലേ? നിങ്ങളുടെ കാര്യം ഓക്കെയാ. മന്ത്രവാദി, ഇതുകൊണ്ടൊന്നും നമ്മുടെ പ്രശ്നം തീരില്ല. നമുക്കതേ നമ്മുടെ മെയിൻ ആയിട്ടുള്ള സംഭവം അറിയോ, ഇന്ന് ഇവിടെ 10 മണിക്ക് ഷൂട്ട് തുടങ്ങും. അതിനു മുമ്പ് എന്ത് സംഭവം ചെയ്തിട്ടാലും ഇന്ന് നമുക്ക് ഗോൾഡൻ പഞ്ച് അടിക്കണം. അടിപ്പിക്കാമല്ലോ? അടിപ്പിക്കണം, എങ്ങനെയെങ്കിലും അടിപ്പിക്കണം. എല്ലാം റെഡിയാക്കി തരാം. എല്ലാം നോക്കട്ടെ കേട്ടോ. കുബൂസോ? കുബൂസ് അല്ലെന്ന്, കുജൻ ബുധൻ ശുക്രൻ. അവരാരൊക്കെയത്? എന്റെ കുഞ്ഞമ്മയുടെ അനീത്തിയുള്ള മക്കളാ. അറിയത്തില്ല, അതാണ്. എടാ പോണോ ഇവിടുന്ന്. കുജന് കുറച്ചിരിക്കട്ടെ, ബാക്കി ഇരിക്കുന്ന ശുക്രനും ഇരിക്കട്ടെ. ഞങ്ങൾക്കില്ലേ? എന്തോന്ന്? തൊണ്ടുകളഞ്ഞ കപ്പലിന്റെ അല്ലേ? എടാ ഇത് കബഡിയാടാ, കബഡി. നോക്കട്ടെ. ചുമ്മാതല്ല, രാഹുലും സേതും കുളികനെ നോക്കി നിൽക്കുക. അവന്മാരുടെ സ്ഥിരം പരിപാടിയാണ് ഈ കുളി കണ്ടോണ്ട് നിൽക്കുന്ന പരിപാടി. ആര്? നിങ്ങളല്ലേ പറഞ്ഞ രാഹുലും സേതും കുളി കണ്ടോണ്ട് നിൽക്കുവന്ന്? എടാ പെടലേ, രാഹുലും സേതു അല്ല, രാഹുവും സേതുവും കുളികനെ നോക്കി നിൽക്കുവാന്ന്. ഒന്നരത്തിന് ആ പുള്ളിനെ നോക്കി നിൽക്കുന്നത് ഷെയർ അടിക്കാൻ. ഇത്തവണത്തെ ഷെയറിന് ഞാനും ഉണ്ടെന്ന് പറയാം, 100 ഞാനും ഇട്ടു. അതൊന്നും അല്ല, വിട്ടേക്ക്. നാളെ എന്തുവാ? നാളെ ഒക്ടോബർ ഉണ്ടല്ലേ? അയ്യോ, ഒക്ടോബർ 2 അവധി സാധനം കിട്ടുന്നില്ല. സാധനം മേടിച്ചേക്കാം. എന്താ പറയുന്നത്? എടാ ആ നാളാണോ? നിങ്ങളുടെ നാളെ ഏതാ? നക്ഷത്രം ഏതാന്ന്? എടാ നക്ഷത്രം ചോദിച്ചാണ്. ഈ ഭരണിക്ക് വല്ല പ്രശ്നമുണ്ടോ? ഭരണി അടിപൊളിയാ, പക്ഷെ സൂക്ഷിച്ചില്ലേ കയ്യിൽ വീണ് കഴിഞ്ഞാൽ തവിട് പൊടിയായി പോയി. പൂരം എങ്ങനെയുണ്ട്? പൂരം 35 ആന, കൊടമാറ്റം, രാത്രിയിലെ വെടിക്കെട്ട് അടിപൊളിയാ കേട്ടോ. നിങ്ങളിത് ഏത് പൂരത്തിന്റെ കാര്യമാണ് പറയണത്? തൃശ്ശൂർ പൂരത്തിന്റെ കാര്യം ഞാൻ അതാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് എന്റെ നക്ഷത്രം, എന്റെ നാള് പൂരം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഓ പൂരം. പൂരം പൂരസ്യേന അതെ, ഇത്തിരി കടുപ്പാട്ടോ. എന്റെ നാളിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? നാളിലല്ല, ഞാൻ ചൊല്ലിയ മന്ത്രമേ വായിക്കൊള്ളാൻ പറ്റുന്നില്ല, ഭയങ്കര കടുപ്പമാണ്. ഈ നാളൊന്നും മാറ്റിപ്പിടിക്കാൻ വല്ല മാർഗമുണ്ടോ? മാറ്റി പിടിക്കാൻ നാളെ അങ്ങനെ പെട്ടെന്ന് മാറ്റി പിടിക്കാനൊന്നും പറ്റത്തില്ല. നിങ്ങൾ മാറ്റി പിടിക്കുന്നില്ല, പിടിക്കണ്ട, ഞാൻ പിടിച്ചോളാമല്ലോ. എന്റെ ഉണ്ടല്ലോ പിടിക്കാനായിട്ട്. എന്റെ വല്യപ്പ അങ്ങനെയാണ് ഞാനും കിടക്കും. ഞാൻ കറക്കില്ല,
കളിക്കുന്നത് 7 പ്രാവശ്യം. ഞാൻ കളിക്കാൻ 8 പ്രാവശ്യം. എടാ, നീ പറ, ഞാൻ തർക്കം വേണ്ട. റെഫറി പറ, ആര് കളിക്കാ കൂടുതൽ കളിക്കുക? റഫറിയോ? എടാ ഇത് രാശി നോക്കുവല്ലേ? രാശി നോക്കിയതാണോ? ഈ രാശി നോക്കിയിട്ട് വേണം നമ്മുടെ ഇവിടുത്തെ പ്രശ്നത്തിന്റെ വിധി കണ്ടുപിടിക്കാൻ. ഒന്നുകൂടെ നോക്ക്. ഇനിയിപ്പോ പറഞ്ഞുതരാം. ഞാൻ പ്രശ്നത്തിൽ കാണുന്നുണ്ട്. എന്താണ്? അർജുനൻ ആരാ? പാണ്ഡവരിൽ 3ാമത്തെ ആള്. അപ്പൊ ആ അർജുനനാണോ ഇവിടെ വന്ന് ആക്ഷനും കട്ടും പറയുന്നത്? അത് ഞങ്ങളുടെ ഡയറക്ടർ സാർ അർജുനാണ് ഇവിടെ വന്നത്. അർജുനനെ തൃപ്തിപ്പെടുത്തണം. അയ്യോ, പുള്ളിനെ തൃപ്തിപ്പെടുത്താൻ ആരെ കൊണ്ടും പറ്റത്തില്ല. നമ്മൾ ഒരു സ്കിറ്റ് കളിക്കുകയാണെങ്കിൽ പുള്ളി പറയും, അണ്ണാ 2 സ്കിറ്റ് കൂടെ കളിച്ചിട്ട് പോകണം. സ്കിറ്റ് കളിച്ച് പുള്ളിനെ ഇതുപോലെ സ്കിറ്റ് കണ്ടാ മടുപ്പില്ലാത്തൊരു മനുഷ്യൻ. ഞാൻ അതല്ല പറഞ്ഞത്, അർജുനന്റെ വിശ്വസ്തനായി തീരണം. അയ്യോ, പുള്ളിനെ ഈ അർജുൻ പറഞ്ഞ കക്ഷിനെ വിശ്വസിക്കാൻ പറ്റത്തില്ല. അതെന്ത് പറ്റി? ഞാൻ അതേ കഴിഞ്ഞ ദിവസം ചുമ്മാ എന്നെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പുള്ളിയുടെ തന്നെ പറഞ്ഞു, സാറേ എന്നെ വേറൊരു ചാനലിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്, ഞാൻ പൊക്കോട്ടെ. പോകണ്ടെന്ന് പറഞ്ഞു കാണും അല്ലേ? എവിടെ അപ്പൊ തന്നെ പൊക്കോളാൻ പറഞ്ഞു. വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്യാം, എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്കൊരു പരിഹാരമുണ്ട്. ആത്മാർത്ഥമായിട്ട് കണ്ണടച്ചോളുക. ആയിക്കോട്ടെ. കകട കകട പ്രജട പ്രജട ഗകട കകട ടകട ടകട ടട 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 ടട. ഇനി അടുത്തതായിട്ട് ഇതേ ട്രെയിൻ ഒരു ഗുഹയ്ക്കകത്തോടെ പോകുന്ന ശബ്ദം. ഇത് ട്രെയിൻ പോയതല്ല, പിന്നെ എന്റെ ആത്മീയ ഗുരു എന്നെ പഠിപ്പിച്ച ഘോര മന്ത്രമായത്. ഗുരുവിന്റെ പേര് കലാഭവൻ മധു എന്നാണോ? മിമിക്രി ആയിട്ട് വന്നേക്കുവാ. തമാശ വേണ്ട. തമാശ വേണ്ടത്, തമാശക്ക് വേണ്ടിട്ടാണ് നിങ്ങൾ ഈ പൂജ നടത്തുന്നത്. അതല്ലെന്ന് പറഞ്ഞത്, മന്ത്രത്തിനിടയ്ക്ക് തമാശ വേണ്ടെന്ന്. ഇല്ല, കണ്ണടച്ചോളുക. പ്രജട പ്രജട പ്രചോദയായ കലാഭവനസ്യായ പ്രചോദസ്യായ. കലാപവും പ്രചോദം ഏത് മന്ത്രത്തിലാ കലാപവും പ്രചോദം? അല്ല, കലാഭവൻ പ്രചോദം ഇവിടുത്തെ ജഡ്ജി ആണല്ലോ, അതുകൊണ്ടാണ്. അപ്പൊ പ്രചോദനെ പ്രചോദിപ്പിക്കട്ടെ. അതിനുവേണ്ടിയാണ് പ്രജട പ്രജട പ്രചോദയായ കലാഭവനസ്യായ എന്ന് നാം അങ്ങോട്ട് ഉച്ചരിച്ചത്. ആയിക്കോട്ടെ. പിന്നെ ഈ ഷാജോൺ എന്ന് പറഞ്ഞ കക്ഷി എങ്ങനെയുണ്ട്? കേട്ടെടുത്തോളം ആള് കോട്ടയംകാരനാണ്. ഒരു തോടെ പോയതെല്ലാം പൂളാമായിരുന്നു പറഞ്ഞ ഭയങ്കര ഭയങ്കര നിസാര കൗണ്ടർ പൊട്ടിച്ചിരിച്ചു. അപ്പോ രാശിപ്പലകെ നോക്കിയിട്ട് ചുമ്മാതല്ല, ഈ ജഡ്ജസിനെ കൊണ്ട് യാതൊരു കുഴപ്പമില്ല. ഇല്ല, പിന്നെ ആരെ കൊണ്ട്? പിന്നെ കാണുന്നത് സോഷ്യൽ മീഡിയയുടെ നിങ്ങൾക്ക് നേരെയുള്ള കടുത്ത അപഹാരം. ദൈവമേ, മന്ത്രവാദി ഇത് അങ്ങോട്ട് പറയണമെന്ന് വെച്ചിരിക്കുന്നു. കിട്ടുന്ന താഴെ എമ്മാതിരി നെഗറ്റീവ് കമന്റ് ആയിട്ടൊന്നും എന്താ പറയുന്നത്? ഇതിനൊക്കെ ചിരിക്കണമായിരിക്കും. നീയൊക്കെ വേറെ വല്ല പണിക്കുമ്പോടാ. ഇതിലെവിടെയാ കോമഡി? ഇങ്ങനെയുള്ള നെഗറ്റീവ് കമന്റ് ആണ്. എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ? ചെയ്യാൻ പറ്റുമോ? പ്രതിവിധി ഉണ്ടല്ലോ, നമുക്ക് ഒരു മന്ത്രം ചൊല്ലാം. ആയിക്കോട്ടെ. ഘോര ഘോര ഖേര ഖേര ചൂര ചൂര. ഒരു കപ്പയും കൂടെ പറഞ്ഞു. എന്തിന്? കേരക്കരയ്ക്ക് ഫസ്റ്റ് കപ്പയാണ്. കപ്പയൊക്കെ നല്ല പൊറോട്ട. കപ്പയാണ് നല്ലത്. നീ എന്നെ പറഞ്ഞു, നമ്മള് കപ്പയും നല്ല ചൂട് പൊറോട്ട. നീയൊക്കെ കപ്പ പൊറോട്ട കഴിക്കണമെന്നുണ്ടെ ഷാപ്പിൽ പോയി കഴിച്ചണം കേട്ടോ. ബാക്കിയുള്ളവരെ കൊതിപ്പിക്കാൻ ഇങ്ങോട്ട് വന്നേക്കോ. അല്ല, വെറുപ്പിക്കാനായിട്ട് ഒരു കാര്യം ചെയ്യാം, അത് വിട്ടേക്കാം. ആവശ്യമില്ലാതെ വലിച്ചു നീട്ടു കേട്ടോ മന്ത്രം ചൊല്ലി. സന്തോഷം. പിടിച്ചേ. ആയിക്കോട്ടെ, നമ്മൾ പിടിക്കുക. ആയിക്കോട്ടെ, പോവുക. അല്ല, ഈ ബുക്കിനകത്തൊന്നും എഴുതിയിട്ടില്ല. ഇനി നിങ്ങൾ ഈ സ്വസ്ഥമായിട്ട് എവിടെയും പോയിരുന്നു നല്ലൊരു സ്ക്രിപ്റ്റ് ഈ ബുക്കിനകത്ത് എഴുതുക. എന്നിട്ട് റിഹേഴ്സൽ ചെയ്തിട്ട് ഈ ഫ്ലോറിൽ കൊണ്ടുവന്നിട്ട് ഗോൾഡൻ പഞ്ച് അടിക്കുക. അപ്പൊ നിങ്ങളെ മന്ത്രവാദം കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ലേ? എടാ, മന്ത്രവാദം കൊണ്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരുന്നുണ്ടെങ്കിൽ ഞാനും എന്റെ 2 ശിഷ്യന്മാരോട് വന്നിട്ട് എപ്പോഴേ അടിച്ചേനെ ഗോൾഡൻ പഞ്ച്. മന്ത്രവാദി പോടാ, പോയി സ്കിറ്റ് എഴുതടാ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.